എല്ലാവരും സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ. മർക്കോസ് 2-ാം അധ്യായത്തിൽ 4 പേര് തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നു യേശുവിൻ്റെ അടുക്കൽ. അപ്പോൾ യേശുവിൻ്റെ അടുക്കലോട്ട് വാതിലെല്ലാം അടഞ്ഞിരുന്നു. സ്തോത്രം. മേൽക്കൂര പൊളിച്ചു യേശുവിൻ്റെ അടുക്കൽ. സ്തോത്രം. അതിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേൽക്കൂര പൊളിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്ന പദം അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര, യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര, അല്ലാതെ മേൽക്കൂര പൊളിച്ചെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം യേശുവിനെ തൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായ മേൽക്കൂര അവർ പൊളിച്ചു. ഈ രാത്രി തയ്യാറാണോ? ദൈവപ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തടസ്സമായിരിക്കുന്ന മേൽക്കൂര പോലെയുള്ള കൂരകൾ പൊളിച്ചു നീക്കി ആമേൻ മുമ്പോട്ട് വരാമെങ്കിൽ വാതിൽ തുറക്കും. നിങ്ങൾ ഈ കൂര പൊളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ചോദിച്ചാനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ദൈവത്തോടടുക്കാൻ കഴിയാതെ വണ്ണമുള്ള മേൽക്കൂരകൾ പൊളിക്കാതെ വിടുതലിന്റെ വാതിൽ എന്ത് ചെയ്യത്തില്ല? തുറക്കത്തില്ല. സ്തോത്രം. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ കടന്നു വരാൻ കഴിയാത്ത ആ കൂരയുണ്ടല്ലോ, അത് പൊളിച്ചു കളഞ്ഞെങ്കിലേ വാതിൽ തുറക്കത്തുള്ളൂ. അല്ലാതെ പാസ്റ്റർ പ്രാർത്ഥിച്ച വാതിൽ തുറക്കുമെന്ന് അവിടെ എഴുതിയിട്ടില്ല. വന്നോണം ചോദിച്ചാലോട് എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് ആരെ? കർത്താവിന് നമ്മളോട് ബന്ധപ്പെടാൻ. അത് അവ ഇരുന്ന സ്ഥലത്തിന് മേൽക്കൂര. വേറെ പൊളിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല, ആ മേൽക്കൂര പൊളിക്കണം. ആ മേൽക്കൂര പൊളിച്ചെങ്കിലേ കർത്താവിന് നമ്മളോട് എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? പ്രവർത്തിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ആ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മേൽക്കൂര ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായിരുന്നു. അത് ആ വീട്ടുകാരും വന്നവരും കൂടെ പൊളിച്ചപ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തി. അപ്പൊ ചില കൂരകളൊക്കെ നമ്മൾ പൊളിച്ചു കളയാത്തത്രയും കാലം ദൈവത്തിന് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. സ്തോത്രം. ആ പാരഗ്രാഫിന്റെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. മർക്കോസ് 2-ാം അധ്യായം കേട്ടോ. ഞങ്ങൾ ഇന്നു വരെയും, അവിടെ കൂടിയൊരു പറയാ, ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെ എന്താ? ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇതുവരെയും ഒരിടത്തും നടക്കാത്ത കാര്യമായി ഇവിടെ നടന്നത്. സ്തോത്രം. ലോകത്തിൽ ഒരു സ്ഥലത്ത് ഇന്ന് വരെ ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ കൂടിയവരാരും കണ്ടിട്ടില്ല. അവരാദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു കാഴ്ച. അതുകൊണ്ട് ഓർത്തോണം, ലോകത്തിൽ ഒരു സ്ഥലത്ത് നടക്കാത്ത ഒരു അത്ഭുത കാഴ്ചയാണ് അവിടെ നിന്ന് നടന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായ കൂര പൊളിച്ചു മാറ്റിയാൽ ഇന്നു വരെ ജീവിതത്തിൽ നടക്കാത്ത ചിലത് നടക്കും. കണ്ടോ? ഞങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലെന്ന് അവര് പറഞ്ഞു. കാരണം ആ ഏരിയയിലും ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് ആ സംഭവം? ഇവൻ സൗഖ്യമായെന്നുള്ളതല്ല സംഭവം. അത് നമുക്ക് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് സൗഖ്യമാകുന്നത്. എത്രയോ തളർവാദ രോഗി. അതല്ല വിഷയം. അവൻ കിടക്കയെടുത്ത് നടന്നു. അത് ഇന്ന് വരെ ആരും, എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താ? ഈ മനുഷ്യന് എത്ര വർഷമായി എന്നറിയത്തില്ല. ഈ മനുഷ്യൻ തളർവാദ രോഗിയാണ്. തളർവാദ രോഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു സ്പൂണ് കഞ്ഞി പൊക്കാൻ മേലാത്തവൻ. ഒരു സ്പൂണ് കഞ്ഞി ഇങ്ങനെ പൊക്കി വായിക്ക കൊണ്ടുവന്ന് ഒരു സ്പൂണ് കഞ്ഞി പോലും പൊക്കി കുടിക്കാൻ കഴിയാത്തവൻ ഇന്ന് കട്ടില് പൊക്കുന്നു. അതെങ്ങനെയാ കട്ടില് പൊക്കുന്നത്? സാധാരണ കട്ടില് പൊക്കും തളർവാദ രോഗി എങ്ങനെയാണെന്നറിയാവോ? രോഗം കുറവായി കഴിഞ്ഞിട്ട് ചികിത്സ കുറച്ചേ നടന്ന് 1 കിലോ പൊക്കി, 2 കിലോ പൊക്കി, 10 കിലോ പൊക്കി, അങ്ങനെ ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും?
ഒരു 5-8 കിലോ പൊക്കാം. ഇതങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്ന ഉടനെ. ഉടനെ യേശു അവനോട് കിടക്ക എടുക്കാൻ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ, സ്തോത്രം പറഞ്ഞേ, അവൻ എന്ത് ചെയ്തു? വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യമായത്. അവ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരുടെ ചെന്ന് തളർവാദ രോഗിയെ ചികിത്സിച്ച് നോക്കിക്കേ, അവര് പറയും ശകലിച്ചേ നടക്കണം കേട്ടോ. അങ്ങനെ നടന്ന് 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 ഒരു 3-4 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ശരിക്കും നടക്കാൻ. ഇതങ്ങനല്ല, ഉടനെ ആ സ്പോട്ടിൽ തന്നെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ നടന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അതാണ് ആ കൂടിയവര് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഒരു നാളും കണ്ടിട്ടില്ല. ഞങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്നത് തളർവാദ രോഗി വർഷങ്ങൾ കൊണ്ട് ശകലിച്ചേ നടന്ന് നടന്ന് അവൻ ചെറിയ ചെറിയ ഭാരങ്ങൾ എടുത്തെടുത്ത് അവൻ വലിയ ഭാരം എടുക്കുന്നതാണ്. എന്നാൽ ഇപ്പൊ ഞങ്ങൾ കണ്ടത് നേരെ തിരിച്ചാണ്. അവൻ ഉടനെ നടക്കുന്നു, ഉടനെ കട്ടിലെടുക്കുന്നു, ഉടനെ അവൻ കട്ടിലെടുത്തിട്ട് തലയുടെ മോളിൽ പൊക്കി പിടിച്ചോണ്ട് അതുവഴി പോവുക. ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ, ഒരു സ്പൂണ് കഞ്ഞി പൊക്കാൻ മേലാത്തവൻ കട്ടില് തലയുടെ മോളിൽ പൊക്കിയ കണ്ടോ? സ്തോത്രം. എന്താ പഠിച്ചത്? നമുക്ക് പൊക്കാൻ പറ്റാത്തത്, ഉയർത്താൻ പറ്റാത്തത് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് അവൻ പൊക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് പൊക്കാൻ പറ്റാത്ത ചില ഭാരങ്ങളുണ്ടല്ലോ, ചില പ്രയാസങ്ങള്. ഒരു വിധത്തിലും അതിനെ പൊക്കാൻ നിങ്ങൾക്ക് കഴിയാതെ ഭാരത്തിൻ്റെയും ആ വെയിറ്റിൻ്റെ അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ നടുവിൽ നിങ്ങൾ വേദനിക്കുന്നെങ്കിൽ ഒറ്റ വാക്ക് മതി, ഈസിയായി നിങ്ങളുടെ തലയുടെ മുകളില് അത് പൊക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടല്ലോ അല്ലേ? ഇനി അതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കണം. ഇനി അത് പിന്നെ സൗഖ്യമാക്കിയത് അവിടെ യേശു എഴുതിയിട്ടുണ്ട്. യേശു വലുതായിട്ടൊന്നും പറഞ്ഞില്ല. കൈയൊന്നും തൊടുകയോ ശാസിക്കുകയോ പ്രാർത്ഥിക്കുകയോ അവൻ്റെ അടുക്ക ചെല്ലുകയോ ഒന്നും ചെയ്തില്ല. അവനോട് സ്നേഹിത കിടക്കെടുത്ത് സൗഖ്യമായത് എങ്ങനെയാന്ന് അവർ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ച് വായിച്ചു. ബൈബിൾ വീട്ടിൽ ചെല്ലുമോ വായിച്ചാൽ മതി. അവരുടെ വിശ്വാസം. ആരുടെ? ഈ മേൽക്കൂര പൊളിച്ചവരെ, ഈ ചുമന്നുകൊണ്ട് വന്നവരെ, ആമേ പ്രൈസ് ദി ലോർഡ്, അവരുടെ വിശ്വാസം കണ്ടിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഈ മേൽക്കൂര പൊളിച്ചവരുടെ, ഈ ചുമന്നുകൊണ്ട് വന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ എടുത്തോണ്ട് വന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് കിടക്കയോടെ അവനെ ചുമന്നു. കിടക്കയോടെ. കിടക്കെന്ന് പറയുന്ന കട്ടില. അപ്പോൾ ഒരു കട്ടില് എന്ത് ചെയ്തു? അവരുണ്ടാക്കി. ഇച്ചിരി പൈസയൊക്കെ ചിലവായി. ആ കട്ടിലിനകത്ത് അവനെ കയറ്റിക്കിടത്തി ആ കിടക്കയോടെ കൊണ്ടുവന്നു. ആ കിടക്കയോടെ അവനെ യേശുവിൻ്റെ അടുക്കൽ ഇറക്കി. കിടക്കയോടെ ഇറക്കാൻ പാടാ. അവനെ തന്നെ ഇറക്കിയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ല. മേൽക്കൂര പൊളിച്ചിട്ട് ഈ കിടക്കയോടെ കട്ടിലോടെ താഴോട്ടിറക്കി. അപ്പൊ നിങ്ങൾ ഓർക്കണം, അവരെ താഴോട്ട് ഇറക്കാൻ പെട്ട പാടെന്ത് വേണ്ടമുണ്ടെന്ന്. സ്തോത്രം. അല്ലേ? എന്ത് ചെയ്തു? അവനെ ചുവന്നുകൊണ്ട് എവിടെ നിന്നാന്നറിയത്തില്ല. ഇനി വഴിയിലാണോ അതോ ഇവന്റെ വീട്ടിൽ നിന്നാണോ ചുവന്നെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചുമന്നുകൊണ്ട് വരിക. കിടക്കയോടെ ഇറക്കി. ഈ മേൽക്കൂര പൊളിച്ചവരുടെയും ഈ കിടക്കയോടെ കൊണ്ടുവന്നവരുടെയും കിടക്കയോടെ അവൻ്റെ അടുക്കൽ ഇറക്കിയവരുടെയും വിശ്വാസം കണ്ടിട്ട് യേശു അവരെ. അപ്പൊ നിങ്ങൾ എന്താ പഠിച്ചത്? നിങ്ങൾ പഠിച്ചത് ഒരു വിഷയം ഏറ്റെടുക്കുന്നവരെ എന്ത് ചെയ്യണം? തളർവാദ രോഗിയേക്കാൾ കൂടുതൽ ആ വിഷയം ഏറ്റെടുത്തവരാണ് വിശ്വസിച്ചത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, ഇവിടെ വിഷയം ഏറ്റെടുക്കുമ്പോൾ വിശ്വാസമില്ലാത്തവർ അത് ഏറ്റെടുക്കാൻ പോകണ്ട. കാരണം വെറുതെ അത് ഏറ്റെടുത്തിട്ടുണ്ടല്ല. കണ്ടോ? അവർ വിശ്വസിച്ചു. ആരെ? അവനെ ചുമന്നുകൊണ്ട് വന്നവരും മേൽക്കൂര പൊളിച്ചവരും കിടക്ക ഉണ്ടാക്കിയവരും ആ യേശുവിൻ്റെ അടുക്കൽ എത്തിയവരും, അങ്ങനെ അവന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രിയപ്പെട്ടവരുടെ വിശ്വാസം, അവനെ ഏറ്റെടുത്തവരുടെ വിശ്വാസം. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് ഇറങ്ങണ്ട. വെറുതെ എന്തിനാ വെറുതെ സമയം കളയുന്നത്? അപ്പോ അവരത് ഏറ്റെടുത്തു. ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടു. ഇപ്പൊ കണ്ടല്ലോ, ഒരു സ്പൂണ് കഞ്ഞി പൊക്കാൻ പറ്റാത്ത പുള്ളി ഇപ്പൊ തലയ്ക്ക് മേളിൽ കട്ടില് മുക്കിയ കണ്ടോ?
അപ്പൊ പൊക്കാൻ പറ്റാത്ത ഭാരം യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അത് ഈസിയായി നമുക്ക് പരിഹരിക്കാൻ പറ്റും, പൊക്കാൻ നമുക്ക് പറ്റും. ഇനി മറ്റൊന്നുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഇനി വേറൊരു പ്രത്യേകത, ഇവനെ കട്ടില് പൊക്കി എന്നുള്ളതല്ല, അത് രണ്ടാമത്തെ വിഷയം. ഇത് സൗഖ്യമായെന്നുള്ളതും അതൊക്കെ പോകാൻ അതൊക്കെ നമുക്ക് വിട്ടുകളയാം. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അതല്ല, അവന് പൂർണ്ണ ആരോഗ്യം വന്നെന്നുള്ളതാണ്. ഹല്ലേലൂയ പറഞ്ഞ്. അവന് പൂർണ്ണ ആരോഗ്യം വരാതെ കട്ടില് പൊക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ പറഞ്ഞ്. കിടക്ക പൊക്കാൻ അപ്പോൾ തളർവാദ രോഗിക്ക് പൂർണ്ണ ആരോഗ്യം വരണമെങ്കിൽ എത്ര വർഷം പിടിക്കും? നിങ്ങൾ പറഞ്ഞാട്ടെ. രോഗം കുറവായാലും അവന് പൂർണ്ണ ആരോഗ്യം. അതെ, ചോദിച്ചാൽ കാര്യം കാണിക്കുക. ചോദിച്ചാൽ വേദന ഒരല്പം കുറവായിട്ടും ഇപ്പോഴും ആരോഗ്യം. അത് ആ സ്പോട്ടിൽ വന്ന കണ്ടോ, ആ സ്പോട്ടിൽ അവൻ കട്ടിലെടുത്തു. അതുകൊണ്ട് ദൈവമക്കളെ, ആമേ പ്രൈസലോ, അവന് സൗഖ്യം കിട്ടി എന്നതിനേക്കാൾ ഉപരി അവന്റെ പൂർണ്ണ ആരോഗ്യം മടങ്ങി വന്നെന്നുള്ളതാണ്. ആമേ, അവന്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ ബലം മടങ്ങി വന്നു, അവന്റെ ജീവിതത്തിൽ ശക്തി മടങ്ങി വന്നു, ബലം മടങ്ങി വന്നു, പൂർണ്ണ ആരോഗ്യം മടങ്ങി വന്നു. അതുകൊണ്ട് ഒന്ന് ഞാൻ ഓർപ്പിക്കാം, സൗഖ്യം മാത്രമല്ല പൂർണ്ണ ആരോഗ്യം കൂടെ തരുന്ന ദൈവം. ഹല്ലേലൂയ പറഞ്ഞ്. പലർക്കും സൗഖ്യം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പൂർണ്ണ ശക്തി കിട്ടിയിട്ടില്ല. സ്തോത്രം പറഞ്ഞ്. പൂർണ്ണ ബലം കിട്ടിയിട്ടില്ല. രോഗമൊക്കെ മാറിയെങ്കിലും സൗഖ്യം കിട്ടിയെങ്കിലും ശരീരത്തിന് ഇപ്പോഴും എന്താണ്? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്നെങ്കിൽ സൗഖ്യം മാത്രമല്ല, നിന്റെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കൂടെ തന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന നല്ല ദൈവത്തിന് എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടല്ലോ, മേൽക്കൂര പൊളിക്കുകയല്ല, ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര. കാരണം ആ മേൽക്കൂര പൊളിച്ചെങ്കിലേ കർത്താവിന് ബന്ധപ്പെടാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായിരിക്കുന്ന മേൽക്കൂര ഈ വർഷം പൊളിച്ചു കളഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, നമുക്ക് വേണ്ടി ഇന്ന് വരെ തുറക്കാത്തൊരു വാതിൽ തുറന്നു കിട്ടും. ആ മേൽക്കൂര പൊളിച്ചപ്പോൾ ഒരു വാതിലുണ്ടായി. അത് പൊളിച്ചില്ലായിരുന്നെങ്കിലോ ഇവനെ ഇറക്കാനുള്ള വാതിലുണ്ടാവുമോ? സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊളിച്ച്, ദൈവത്തോട് അടുക്കാൻ കഴിയാത്തത്, പ്രാർത്ഥിക്കാൻ കഴിയാത്തത്, ആരാധിക്കാൻ കഴിയാത്തത്, ദൈവകൃപ പ്രാപിക്കാൻ കഴിയാത്തത്, ദൈവിക വചനങ്ങൾ അനുസരിക്കാൻ കഴിയാത്ത എല്ലാ കൂരകളും പൊളിച്ച് കളയാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വാതിൽ തുറക്കും, വാതിലുകൾ തുറക്കും. സ്തോത്രം. ഇപ്പോ കിടക്കയെടുത്ത് അവൻ വീട്ടിലേക്ക്. ഇനി ആ പദം ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ ഓർത്ത് എന്താ ഇത്ര പ്രത്യേകത? കാരണം അവന് കിടക്കയോടെ കൊണ്ടുവന്നു, അവനെ കിടക്കയോടെ ഇറക്കി. രണ്ടാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ പ്രാവശ്യം യേശു പറഞ്ഞു കിടക്ക എടുത്തോണ്ട്. എന്താ കിടക്കയ്ക്ക് ഇത്ര പ്രാധാന്യത? സ്തോത്രം, ഹല്ലേലൂയ. ആ കിടക്കയ്ക്ക് പ്രാധാന്യത എന്നാന്നറിയോ? ഇതുപോലെ അടുത്ത തളർവാദ രോഗിയെ കൊണ്ടുവരാനും ആ കിടക്ക പ്രയോജനപ്പെടും. അതുകൊണ്ട് പറഞ്ഞു അതും കൂടെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അതുകൂടെ കൊണ്ടുപോക്കൂ. എന്തിനാ? നീ അതെടുത്തോണ്ട് പോക്കൂ. നിന്നെ പോലെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഇതെല്ലാം ഇങ്ങോട്ട് ചുമന്നോണ്ടേ. സ്തോത്രം. മനസ്സിലായോ? യേശുവിന്റെ അടുക്കൽ അവനെ എത്തിച്ചത് ആ കിടക്കയാണ്. ആ കിടക്ക ഇല്ലായിരുന്നെങ്കിൽ അവൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സ്തോത്രം. എന്നെ ഒരു ജർമ്മൻകാരൻ, ഒരു സായിപ്പ് എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് എനിക്ക് ഈ വിഷയം ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരും കിടക്ക ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഓരോ കിടക്ക, ഓരോരുത്തരെ എടുത്തോണ്ട് വരാൻ ഓരോ കിടക്ക. പ്രൈസ് ദി ലോർഡ്. ആ ചുമട്ടുകാര് കിടക്ക ഉണ്ടാക്കി അവനെ എടുത്തോണ്ട് വന്നതുപോലെ നമ്മളെല്ലാവരും ഓരോ കിടക്ക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കിടക്ക എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുവരാനുള്ള വഴിയാണ്, മാർഗമാണ്. അത് നമ്മൾ തുടങ്ങാൻ പറ്റുമോ? ഒരാളെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള വഴി, മാർഗം എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇവനെ കൊണ്ടുവരാൻ കണ്ടുപിടിച്ച മാർഗം ഈ കിടക്കയാണ്. സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും 2025 തകർന്നു പോയ പലരെയും കർത്താവിന്റെ അടുക്കൽ എത്തിക്കാനുള്ള കിടക്കകൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുക. സ്തോത്രം പറഞ്ഞ് അതിലാളെ കയറ്റുക, സഭയെ കൊണ്ടുവരിക. ബാക്കി കർത്താവ് ചെയ്തു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കിടക്ക പ്രാർത്ഥനയാണ്, ഈ കിടക്ക ഉപവാസമാണ്, ഈ കിടക്ക കൺവെൻഷനാണ്, ഈ കിടക്ക സുവിശേഷമാണ്, ഈ കിടക്ക ടീം വർക്കാണ്. നമ്മൾ ടീം വർക്ക് ഉണ്ടാക്കി ആ കിടക്കകത്തൂടെ പലരെയും സഭയിൽ കൊണ്ടുവരിക, ഉപവാസവും പ്രാർത്ഥനയും നടത്തി ആ കിടക്കയെ കയറ്റി പലരെയും സഭയിൽ കൊണ്ടുവരിക, കൺവെൻഷൻ നടത്തി ആ കിടക്കകത്തൂടെ പലരെയും കയറ്റി സഭയിൽ കൊണ്ടുവരിക. എത്ര പേര് തീരുമാനിക്കും? 2025 ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന എന്ന കിടക്കയിൽ തകർന്നവരെ കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുമെന്ന് എത്ര പേര് തീരുമാനിക്കും? സ്വത്രം പറ, സ്വത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഓരോരുത്തരും ഓരോ കിടക്ക ഉണ്ടാക്കി ഓരോരുത്തരെയും കൊണ്ടുവരണം. അതുകൊണ്ടാണ് ആ കിടക്കയോടെ എടുത്തെന്നും കിടക്കയോടെ ഇറക്കി വെച്ചെന്നും കിടക്കയോടെ കൊണ്ടുപോകാൻ പറഞ്ഞതിന്റെ അർത്ഥം ആ കിടക്കയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം അതിനകത്ത് ഇനിയും പലരും കൊണ്ടുവരാൻ പറ്റും. സ്തോത്രം പറഞ്ഞേ. ഇനിയും തളർവാതെ രോഗിയായി കിടക്കുന്നവനെ ഈ കിടക്കയിൽ കയറ്റി ആ ചുമട്ടുകാർക്ക് ഇനി ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കിടക്ക കളയണ്ട, അതും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ? ഒരു പ്രാർത്ഥനയുടെ കിടക്ക ഉണ്ടാക്കിയിട്ട് അനേകരെ പ്രാർത്ഥിച്ച് അതിനകത്ത് കയറ്റി ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഒരു സുവിശേഷത്തിന്റെ കിടക്ക പോയി സുവിശേഷം പറഞ്ഞിട്ട് ആ സുവിശേഷം എന്ന കിടക്കയിൽ അനേകരെ കയറ്റി ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? സ്തോത്രം. അവനവന്റെ അല്ലേ, നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നമ്മള് സ്തോത്രം. 2025 നമുക്കും ഒരു കിടക്ക ഉണ്ടാക്കി നമ്മുടെ പരിസരത്തുള്ള പലരെയും അതിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ നമ്മൾ ചുമക്കുക, വിശ്വാസത്തോടെ നമ്മൾ ചുമക്കുക. അവരവനെ ചുമന്നു വിശ്വാസത്തോടെ. നാളെ പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? അവരെ ഇട്ടേച്ച് പോയോ അച്ഛാ? ഇവിടെ വന്നപ്പോ അവിടെ എഴുതിയിരിക്കുന്ന കഥ കടഞ്ഞെന്നാ. ഇട്ടേച്ച് പോയോ? ഇട്ടേച്ച് പോയിരുന്നെങ്കിൽ മേൽക്കൂര പൊളിച്ച് വാതിൽ തുറക്കുമായിരുന്നോ? അവരിട്ടേച്ച് പോയില്ല, അവിടെ നിന്നു. അവിടെ നിൽക്കാനുള്ള കാര്യം എന്നാ? വിശ്വാസം. ഏതെങ്കിലും വിധത്തിൽ ഇവനെ കർത്താവിന്റെ അടുക്കൽ എത്തിക്കാം. എല്ലാരും പോയി കഴിഞ്ഞാണെങ്കിലും ഇവനെ അവിടെ കൊണ്ടുവന്ന് കർത്താവിന്റെ അടുക്കൽ എത്തിക്കാം എന്നോർത്ത് അവര് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അവിടെ നിന്നു. അപ്പോൾ എല്ലാരും കൂടി മേൽക്കൂര പൊളിച്ചു, വാതിലെ ഇട്ടേച്ച് പോയിരുന്നല്ലോ. അകത്തോട്ട് കയറാൻ വഴിയില്ല. അകത്തോട്ട് കയറാൻ വാതക്കൽ എല്ലാവരും അടഞ്ഞിരിക്കുക. എന്താ അതിന്റെ അർത്ഥം? വാതക്കൽ അടഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാഹചര്യം അനുകൂലമല്ലെന്നാ പറഞ്ഞത്. ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ല. പിന്നെ യാതൊരു സാധ്യതയില്ല. വാതക്കൽ നാള് മാറിക്കൊടുത്താലുള്ള അകത്തോട്ട് കയറ്റാനൊക്കെ എത്തുള്ളൂ. വാതക്കൽ നാള് മാറത്തില്ല. യാതൊരു സാധ്യത അവിടെ ഇല്ല, സാഹചര്യവും ഇല്ല അവിടെ. പിന്നെ പ്രതീക്ഷയ്ക്ക് വഴിയില്ല. എന്നിട്ട് ഇട്ടേച്ച് പോയില്ലല്ലോ. സ്തോത്രം പറ. എന്നിട്ട് അവർ ഇട്ടേച്ച് പോയില്ലല്ലോ. ദൈവമക്കളെ, സാഹചര്യം അനുകൂലമല്ലെങ്കിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, പിന്മാറിപ്പോകരുത്. സ്തോത്രം പറഞ്ഞ് സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടും അവർ പുറകോട്ട് പോയില്ലല്ലോ, അവിടെ നിന്നില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. യാതൊരു സാധ്യതയില്ല. ആൾക്കാർ മാറിക്കൊടുത്താലേ എന്തെങ്കിലും സാധ്യത ഇവനകത്തോട്ട് കയറ്റാനുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്ന വാതിക്കൽ അടഞ്ഞു പുരുഷാരം ഇരിക്കുകയാണെന്ന. സാധ്യതയില്ലാഞ്ഞിട്ടും പുറകോട്ട് പോയില്ലല്ലോ. എത്രയോ വട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാതെ കയറി കിടന്നു. സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് എത്രയോ ആരാധനകൾ നമ്മൾ മുടക്കി. സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഓർത്ത് നോക്കിക്കേ. എന്നാൽ ആ ചുമന്നുകൊണ്ട് വന്ന ചുമട്ടുകാരെ സാധ്യത ഇല്ലാഞ്ഞിട്ടും അവനെ ഇട്ടേച്ച് പോയില്ല. അവിടെ വിശ്വാസത്തോടെ ഉറച്ചു നിന്നു. ഉറച്ചു നിൽക്കുവോ വിശ്വാസത്തോടെ? അതോ ഒരിളക്കപ്പെരുപ്പാണോ ഇതൊക്കെ? 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പോകുമോ? ഉറച്ചവിടെ നിന്നു, പോയില്ല. ജനലൊക്കെ നോക്കി, രക്ഷയില്ല. വാതുക്കൽ നോക്കി, രക്ഷയില്ല. ഉറച്ചവിടെ നിന്നപ്പോൾ
ആരാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുക, ആ വീട്ടുകാരൻ തന്നെയായിരിക്കും. വീട്ടുകാരൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, മേൽക്കൂര പൊളിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടെ കൂടി പെട്ടെന്ന് എല്ലാവർക്കും കൂടി നമുക്ക് മേൽക്കൂര പൊളിച്ചൊരു വാതിൽ ഉണ്ടാക്കാം. എന്നിട്ട് ഇവനെ ആ വാതിൽക്കൽ കൂടെ, ഇപ്പോൾ ഉറച്ചു നിന്നവർക്ക് വേണ്ടി ഇല്ലാത്ത വാതിൽ ഉണ്ടായില്ലേ? ഹല്ലേലൂയ പറ. സാഹചര്യം നോക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവര്, സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്നവര്, ആമേ, പ്രതീക്ഷയ്ക്ക് വകയില്ലാഞ്ഞിട്ടും പിന്മാറാതെ ഉറച്ചു നിന്നവർക്ക് വേണ്ടി ഇല്ലാത്ത വാതിൽ അവിടെ ഉണ്ടായില്ലേ? വിശ്വാസത്തോട് ഉറച്ചു നിൽക്കേ. ഇല്ലാത്ത വഴി ഉണ്ടാകും, ഇല്ലാത്ത വാതിൽ ഉണ്ടാകും, സാധ്യതയില്ലാത്തടത്ത് സാധ്യത ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേ. വാതിലുണ്ടായി. നേരത്തെ അവിടെ വാതിലില്ല, യാതൊരു സാധ്യതയില്ല. അവിടെ ഉറച്ചു നിന്നു, മേൽക്കൂര പൊളിച്ചു വാതില് ഉണ്ടായി. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം വിശ്വാസം ഉണ്ടെങ്കിൽ അസാധ്യത മാറും. സ്തോത്രം പറഞ്ഞ്. സാധ്യത ഇല്ലാതിരുന്നിടത്ത് വിശ്വാസത്തോടെ ഉറച്ചു നിന്നപ്പോൾ അവിടെ സാധ്യതകൾ തെളിഞ്ഞു വന്നു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ്. ജീവിതത്തിന്റെ മുൻപിൽ യാതൊരു സാധ്യതകളും പ്രാർത്ഥനാ വിഷയത്തിനും മറുപടി കാണുന്നില്ലെങ്കിലും വിശ്വാസത്തോടെ ഉറച്ചു നിന്നാൽ സാധ്യതകളില്ലാത്തടത്ത് സാധ്യതകൾ തുറക്കും. ദൈവത്തിന് അസാധ്യമില്ല. ഞാൻ ഇന്നത്തെ ചിന്തയിലോട്ട് വരികയാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ആമേ, കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ആമേ, പ്രതീക്ഷയോടെ. ആമേ, യെഹെസ്കേൽ പ്രവചനത്തിലെ ഒരു വാക്യമാണ് കർത്താവ് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. എനിക്ക് രണ്ട് വിഷയം പറയാനുണ്ട്. സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഒന്നേ പറയാൻ പറ്റത്തുള്ളായിരിക്കും. ഇവിടെ ചോദിക്കുകയാണ്, ഒന്നുകൂടെ വായിച്ച ശേഷം ഉറക്കെ. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. കർത്താവ് ചോദിക്കുക, നമ്മൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം തീർക്കുന്ന നാളിൽ, മലയാളത്തിൽ പറഞ്ഞാൽ കണക്ക് തീർക്കുന്ന നാളിൽ, നീ ധൈര്യത്തോടെ എന്റെ മുൻപാകെ നിൽക്കാൻ നിനക്ക് കഴിയുമോ? നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കും അതാ ചോദ്യം. ഇന്ന് രാത്രി ഞാനും നിങ്ങളോട് ചോദിക്കുന്നു, കർത്താവിന്റെ മുമ്പിൽ വന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. ഏൽപ്പിച്ചതിൻ്റെ കണക്കും നമ്മൾ വിശ്വാസ ജീവിതത്തിൻ്റെ എല്ലാം കണക്ക് തീർക്കേണ്ട ദിവസമുണ്ട്. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ധൈര്യത്തോടെ അവിടെ നിൽക്കാൻ പറയാം. കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആമേ. കർത്താവിന്റെ മുൻപിൽ നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കുമ്പോ, സ്തോത്രം, പറയാൻ പറ്റുമോ? കർത്താവേ, ഞാൻ നിന്റെ മുൻപിൽ എൻ്റെ കരം ശക്തമായി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പരിശോധിക്കാം. നമ്മുടെ കരം കർത്താവിൻ്റെ മുൻപിൽ ബലപ്പെട്ടിരിക്കുമോ? ബലപ്പെട്ടിരിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിയും. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ഞാൻ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിയും. ആമേ. ഞാൻ യഹോവയുടെ തിരുനിവാസം, ദേവദാരു കൊണ്ടുള്ള ആലയം പണിത് ദൈവത്തിന്റെ തിരുനിവാസം അവിടെ വെക്കും. സ്തോത്രം. കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. ദാവീദേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ മാനിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, നിന്റെ കൈകൊണ്ട് ആലയം പണിയണ്ടെന്ന് പറഞ്ഞു. നിന്റെ കൈകൊണ്ട് എന്താ കാര്യം? ദൈവത്തിന്റെ മുൻപാകെ ആ കൈ നേരെ നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞേ, ദാവീദ് ദൈവത്തിന് ഒത്തിരി ഇഷ്ടമുള്ള പുരുഷനൊക്കെയാ. ദാവീദ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ദാവീദിന്റെ കയ്യിൽ എന്തുണ്ട്? ദാവീദിന്റെ കയ്യിൽ ആമേ കുറ്റമില്ലാത്ത രക്തത്തിന്റെ കറയുണ്ട്. എന്താണെന്നറിയാമോ? ഊരിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ പടക്കളത്തിൽ വെച്ച് മുമ്പിൽ നിർത്തി കൊന്നു കളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ബേർഷേബ എന്ന് പറയുന്ന
സ്ത്രീയെ ദാവീദ് രണ്ടാമത് കല്യാണം കഴിച്ചു. ചതിയിൽ കൂടെ ദൈവം പറഞ്ഞ്, ദാവീദേ, നീ 1000 പള്ളി പണിതാലും പ്രൈസ് ദി ലോർഡ്, നിന്റെ കരത്തിൽ പണിയുന്ന പള്ളിയിൽ ഞാൻ ഇരിക്കില്ല. നീ ദേവാലയം പണിയണ്ട, നിന്റെ മകൻ എനിക്ക് വേണ്ടി പള്ളി പണിയട്ടെ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, ദൈവ പൈതലേ, നമ്മുടെ കൈ ക്ലിയർ ആണോ? പറയാൻ പറ്റുമോ? അതോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? സ്തോത്രം. പരിശോധിച്ചാട്ടെ. ആമേ, ദൈവത്തിന് വിട്ടുവീഴ്ചയില്ല. ദാവീദ് കുറവൊക്കെ ഏറ്റു പറഞ്ഞു. 51-ാം സങ്കീർത്തനമൊക്കെ എഴുതി. ദാവീദ് ഒത്തിരി കരയുമൊക്കെ ചെയ്തു. പക്ഷെ ദൈവം പറഞ്ഞു, നീ എത്ര കരഞ്ഞാലും നിന്റെ കൈ കൊണ്ട് പള്ളി എനിക്ക് വേണ്ടി പണിയണ്ട. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്, ആമേ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കരം എങ്ങനെ ഇരിക്കും? ഞാൻ ആദ്യമേ നിങ്ങളെ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ആദ്യമേ വായിക്കാം. നമുക്ക് വായിച്ചു പെട്ടെന്ന് പോട്ടെ. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കരം വിശുദ്ധമാണോ? തട്ടിപ്പുണ്ടോ? കളിപ്പീരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരം ആമേ ദൈവം മുൻപാകെ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള വിശുദ്ധി നമ്മുടെ കരത്തിനുണ്ടോ? നമ്മുടെ കരം ദൈവം മുൻപാകെ സത്യമുള്ളതാണോ? നമ്മുടെ കരം ദൈവം മുൻപാകെ നീതിയുള്ളതാണോ? ആമേ, തീമോഥെയോസ് പറയാണ്, നമ്മുടെ കരം എങ്ങനെ ഇരിക്കണം? വിശുദ്ധകരമായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ദാവീദിന്റെ കരം വിശുദ്ധമായിരുന്നില്ല. ദാവീദിന്റെ കരത്തിൽ പാപമുണ്ടായിരുന്നു. ദാവീദിന്റെ കരത്തിനകത്ത് രക്തമുണ്ടായിരുന്നു. ദാവീദിന്റെ കരത്തിനകത്ത് രക്തത്തിന്റെ കറയുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ പള്ളി പണിയണ്ട, നീ ദേവാലയം പണിയണ്ട, നിന്റെ മകനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തോളാം, നിന്റെ മകൻ പണിയട്ടെ. അതിന്റെ അർത്ഥം ഇങ്ങനാണ്, നീ പണിത പള്ളി ഞാൻ ഇരിക്കില്ല, നീ പള്ളി പണിതാൽ ഞാൻ അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് ദൈവ പൈതലേ, 10,000 പള്ളി പണിതാലും നമ്മുടെ കരം ശരിയല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പള്ളിയിൽ കാണത്തില്ല. ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കാണുകയില്ല. അതുകൊണ്ട് എഗസ്കേലിനോട് ചോദിക്കുക, എഗസ്കേല്, നിന്റെ കൈ എന്റെ മുമ്പാകെ വിലപ്പെട്ടിരിക്കുവോ? നിനക്ക് പറയാൻ പറ്റുമോ? ഇച്ചിരി പിണക്കൊക്കെ ഉണ്ട് ആരോടൊക്കെ, ഇച്ചിരി വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. കുറെ നാളുകളായിട്ട് അതൊന്നും വിട്ട് കളഞ്ഞിട്ടില്ല. കുറെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആമേ, ദേഷ്യവും കോപവും ഒക്കെ ഉണ്ട്. കുറെയൊക്കെ ദുർസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ അതെല്ലാം അങ്ങ് കഴുകിക്കളഞ്ഞേര്. ഹല്ലേലൂയ പറഞ്ഞ് അതെല്ലാം അങ്ങ് കഴുകിക്കളഞ്ഞേര്. നമ്മുടെ കരം ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധമായിരിക്കട്ടെ. തീമോഥെയോസ് പറയാണ്, ആകയാൽ പുരുഷന്മാരെ നിങ്ങൾ വിശുദ്ധകരം ഉയർത്തി. അപ്പോ സ്ത്രീകളെല്ലാം ഓർക്കുന്നത്, പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൈക്ക്. ദൈവമക്കളെ, സഭയിൽ സ്ത്രീയെന്നും പുരുഷനുമില്ല. പുരുഷനെന്ന് പറഞ്ഞാലും സ്ത്രീ എല്ലാരും ഒന്നിച്ച് പുരുഷനെന്നാണ് സുവിശേഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും പരിശോധിച്ചാട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ കൈ കറയിരിപ്പുണ്ടോ? ദ്രോഹം ഇരിപ്പുണ്ടോ? കുശുമ്പ് ഇതിനകത്തുണ്ടോ? പിണക്കൊക്കെ ഇതിനകത്തുണ്ടോ? വാശി ഇതിനകത്തുണ്ടോ? ദൈവഗീതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ കരം വിശുദ്ധമായിരിക്കട്ടെ ദൈവത്തിന്റെ മുൻപാകെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മോശയെ ദൈവം വിളിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്റെ കൈ ഒന്ന് നെഞ്ചത്തോട്ടൊന്ന് വെക്കാൻ പറഞ്ഞു, മാറിടത്തിലോട്ടൊന്ന് വെച്ചേ. മോശ കൈ വെച്ചു. എടുത്തപ്പോ മോശയുടെ കൈ നിറച്ച് പുഷ്ടം. കൈ നിറച്ച് ഇതും കൊണ്ടാ ശുശ്രൂഷയ്ക്ക് പോകുന്നത്, മിസ്രൈമിലേക്ക് പോവുക. കർത്താവ് പറഞ്ഞു, മോശേ, നിന്റെ കൈ കൊള്ളില്ല, നിന്റെ കയ്യിൽ കുഷ്ഠവാ.
പാപമാണ് കുഷ്ഠം. സ്തോത്രം. എന്താണെന്നറിയാമോ? ആമേൻ. ഒറ്റയടിക്ക് ഒരു ഹല്ലേലൂയ. മിസ്രൈമീനെ തല്ലിക്കൊന്ന് മണ്ണിനടി കുഴിച്ചു മൂടിയ ആളായിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ്. ആമേ, പ്രൈസ് ദി ലോർഡ്. ആമേ, കൈ മുഴുവനും എന്തായിരുന്നു? കുഷ്ഠം. കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, നിന്റെ കൈ രണ്ടാമത് ഒന്നും കൂടെ നിന്റെ നെഞ്ചത്തോട്ട് വെക്കാൻ പറഞ്ഞു. വെച്ചു. എടുത്തപ്പോ കൈ വിശുദ്ധമാക്കി. അങ്ങനെ ആ കുഷ്ഠം ആമേ കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷമാണ് മിസ്രൈമിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി നോക്കിക്കേ, ആർക്കെങ്കിലും നമ്മുടെ കരം ദോഷമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കരത്തിൽ ആർക്കെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കരം ഇന്ന് രാത്രി ഒന്ന് കഴുകി ശുദ്ധീകരിച്ചാട്ടെ. മോശയുടെ കൈ ദൈവം ഉപയോഗിച്ചത് എങ്ങനെയാണ്? മോശയുടെ കൈ ദൈവം ഉപയോഗിച്ചത് ആ കൈ ശുദ്ധീകരിച്ചതിന് ശേഷമാണ്. ആദ്യം മോശ തന്നെ ആ കൈ കാണിച്ചു, നെഞ്ചത്ത് വെച്ചിട്ട് എടുത്തപ്പോൾ മുഴുവനും കുഷ്ഠം. രണ്ടാമതൊന്നുകൂടെ വെച്ചപ്പോൾ ആ കൈ ശുദ്ധമായി. മോശയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? മിസ്രൈമ്യനെ കൊന്ന പാപമുണ്ടായിരുന്നു. സ്തോത്രം. മിസ്രൈമ്യനെ കൊന്ന ആ പാപത്തിന്റെ കുഷ്ഠം മോശയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കരം ഒന്ന് പരിശോധിച്ച്, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ കരത്തിലുണ്ടെങ്കിൽ നമുക്കൊന്ന് ഏറ്റു പറയാം. പ്രൈസ്. ഇയ്യോബിന്റെ പുസ്തകം എടുത്താട്ട് 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇയ്യോബ് 11:14. പെട്ടെന്ന് പോട്ടെ. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവവൈദ്യൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ കയ്യിൽ ആമേൻ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി നീ മാറ്റണം. കാരണം നമ്മുടെ കരമുയർത്തി ദൈവത്തെ ആരാധിക്കേണ്ട കരമാണിത്. ഈ മത്യോസ് പറയാണ്, നിന്റെ വിശുദ്ധ കരമുയർത്തി ദൈവത്തെ സ്തുതിപ്പി. ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ കരത്തിന്റെ ദ്രോഹം എടുത്തു കളഞ്ഞ്, രക്തത്തിന്റെ കറ കളഞ്ഞ്, നമ്മുടെ കരത്തിലിരിക്കുന്ന പാപത്തിന്റെ കുഷ്ഠം കളഞ്ഞ് ഈ കരം ശുദ്ധീകരിക്കാം. ഞാൻ പറഞ്ഞില്ല വിട്ടുവീഴ്ചയില്ലെന്ന്. ദാവീദിനെ കൊണ്ട് പള്ളി പണിയാൻ ദൈവം സമ്മതിച്ചില്ല. ദാവീദ് എത്രയോ സങ്കീർത്തനം എഴുതി, അതൊക്കെ ശരിയാ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഈ കൈ കൊണ്ട് പള്ളി പണിതാലേ അതിനകത്ത് ഞാൻ ഇരിക്കത്തില്ല, നിന്റെ പള്ളി എനിക്ക് വേണ്ട, മകനെ കൊണ്ട് പണിതോളാൻ പറഞ്ഞു. നിന്റെ മകൻ പണിയട്ടെ. കാര്യം എന്താണ്? ആമേ, പ്രൈസ് ദി ലോർഡ്. ദൈവം മുമ്പാകെ ആമേ അനീതിയും അകൃത്യവും പാവവും ദുഷ്ടതയും ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇനി എത്ര സ്വോത്രകാഴ്ച ഇട്ടാലും എത്ര പിരിവ് കൊടുത്താലും അതൊക്കെ ദൈവം മേടിക്കും നല്ലതാണെങ്കിലും ഈ കൈ കൊണ്ട് ദൈവത്തിന്റെ വേലയ്ക്ക് തക്കതായിട്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ദേവാലയത്തിന്റെ കെട്ടുപണിക്ക് ആ കര ഉപയോഗിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. മോശയുടെ കൈകൊണ്ട് മിസ്രൈമിലേക്ക് ദൈവം മോശയെ വിട്ടില്ല. മോശയെ വിട്ടത് എങ്ങനെയാണെന്നറിയാമോ? രണ്ടാമത്തെ പ്രാവശ്യം ആ കൈ വീണ്ടും തിരിച്ച് മോശയുടെ മാറത്ത് വെച്ചിട്ട് വീണ്ടും അതെടുത്തപ്പോൾ ശുദ്ധമായ കൈ കൊണ്ടാണ് മിസ്രൈമിലേക്ക് പറഞ്ഞു വിട്ടത്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ യോബ് ചോദിച്ചോട്ടെ, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടോ? നിന്റെ പാർപ്പിടത്തിൽ എന്തുണ്ടോ? ഒന്ന് ചിന്തിച്ച വലതുമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തേലേക്ക് നമുക്കൊന്ന് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത്, പെട്ടെന്ന് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, ദിനവേക്കാരെ കുറിച്ചാ. ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. കേട്ടോ, എന്റെ കയ്യിലുള്ള ദുർമാർഗം വിട്ട് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ശരിയല്ലാത്ത വഴിക്കൂടെ പോകുന്നുണ്ടെങ്കിൽ ആമ എന്ത് ചെയ്യണം? ഈ കൈ കഴുകണം. സ്തോത്രം പറഞ്ഞ് ഇവിടെ വായിക്കുന്നു, താന്താന്റെ ദുർമാർഗങ്ങൾ
കൈന്ന് വിട്ടുകളയണം. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ മുൻപാകെ ഇന്ന് രാത്രിയിൽ കൈയടിക്കുമ്പോൾ, കരം ഉയർത്തി ഹല്ലേലൂയ പറയുമ്പോൾ, കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ കരം ദൈവ മുൻപാകെ വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരത്തിലെ കുറവുകൾ ഇന്ന് രാത്രി നമുക്ക് തീർക്കാം. തീർച്ചയായിട്ടും ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മുടെ കൈകളെ നമുക്ക് കഴുകിക്കളയാം. ആമേ. പ്രൈസ് ദി ലോർഡ്. ആമേ. ദിനവേക്കാരുടെ കരങ്ങളിൽ സാഹസം നിറഞ്ഞിരുന്നു. ആമേ, ആമേൻ, ആമേ. ദൈവഹിതമല്ലാത്ത പലതും ആ കയ്യിലുണ്ടായിരുന്നു. ആമേ. 119 സങ്കീർത്തനം 101 വാക്യം ഒന്ന് വായിച്ചേ. 119 സങ്കീർത്തനം. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ഇതോടെ വായിച്ചേ. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. കണ്ടോ? എന്റെ കാൽ ഒരിക്കലും ദുർമാർഗങ്ങളിലൂടെ പോകത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ പരിഭാഷ ഞാൻ പറയാം. എന്റെ കാല് ഞാൻ വലിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. വചനം പ്രമാണിക്കേണ്ടതിന്, വചനം അനുസരിക്കേണ്ടതിന്, ദുർമാർഗത്തിൽ നിന്നും എന്റെ കരം ഈ രാത്രി ഞാൻ പിൻവലിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, എന്റെ കൈ ഇനി അതിലേക്ക് ചായുകയില്ല, അതിലേക്ക് പോകുകയില്ല. സങ്കീർത്തനക്കാരൻ പറയാണ്, ദുർമാർഗത്തിൽ നിന്ന് എന്റെ കാല് ഞാൻ വലിക്കും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ദൈവഹിതമല്ലാത്തതിലേക്ക് നമ്മുടെ കാലുകൾ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കരങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, നമുക്കതിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഈ രാത്രി നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ആമേൻ, 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 ആമേൻ. കാരണം നമ്മുടെ കരം വെക്കുമ്പോൾ രോഗി സൗഖ്യമാകും. നമ്മുടെ കരം വെക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. നമ്മുടെ കരം വെക്കുമ്പോൾ വലിയ വിടുതലുകൾ നടക്കണം. അവിടെ അങ്ങനെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഭക്തന്മാര് കരം വെക്കുമ്പോൾ, അപൊസ്തലന്മാരും അപ്പോസ്തലന്മാരൊക്കെ കരം വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിടുതല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പത്രോസ് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ നരിയാണി ആ കൈ വിശുദ്ധമാണ്. സ്തോത്രം. നമ്മുടെ കൈക്ക് എന്ത് വേണം? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യെഹെസ്കേൽ ചോദിച്ചത് ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു. കാര്യം തീർക്കുമ്പോൾ നിന്റെ കരം എൻ്റെ മുമ്പാകെ ബലപ്പെട്ടിരിക്കുമ്പോൾ, എൻ്റെ മുൻപാകെ ബലപ്പെട്ടിരിക്കുമ്പോൾ നിനക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? നാഥ, എൻ്റെ കരം വിശുദ്ധമാണ്. നാഥ, എൻ്റെ കരത്തിൽ എന്തില്ല? എൻ്റെ കരത്തിനകത്ത് ദുർമാർഗമില്ല. എന്റെ കരത്തിൽ സാഗത്യമില്ല, സാഹസികമില്ല. എന്റെ കരത്തിൽ ദ്രോഹമില്ല. എന്റെ കരത്തിൽ പാപമില്ല. എന്റെ കരത്തിൽ അനീതിയില്ല. സ്തോത്രം. കൈ കഴുക, കൈ കഴുക. ജീവിതത്തിൽ കുറവുകൾ വരാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ വീഴ്ചകൾ വരാം. നമുക്കൊക്കെ മാനുഷികമായ മനസ്സാണ്. അതുകൊണ്ട് ദേഷ്യം വരാം, കോപം വരാം, പലരോടും വാശി വരാം, പിണക്ക് വരാം. അത് അതൊക്കെ നമ്മുടെ ദൈവത്തിനറിയാം. പക്ഷെ നമ്മൾ പുറമേറ്റു പറഞ്ഞ് കൈ കഴുകണം, കഴുകണം. അത് ശുദ്ധീകരിക്കപ്പെടണം, അത് ശുദ്ധീകരിക്കപ്പെടണം. നമ്മളെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയുകയില്ല. സ്തോത്രം. ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ നമ്മൾ ഇതുവരെ ചിന്തിച്ചു വരുന്നത്, കണക്ക് തീർക്കുന്ന നാളിൽ നമ്മുടെ കൈ എന്ത് ചെയ്യും? യെശയ്യാപ്രവചനം എടുത്തേ. യെശയ്യാപ്രവചനം 51 അധ്യായത്തിന്റെ 3 വാക്യം വായിച്ചേ. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിലുണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവീൻ. ഉപദേശം എങ്കൽ നിന്ന് പുറപ്പെടും. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. 59 അധ്യായത്തിൽ 37 വാക്യം കൊടുത്ത് വായിച്ചേ. 59 അധ്യായം പറഞ്ഞേ. അതിന്റെ 21 വരെ ഉള്ളൂ. 3 വാക്യം ഒന്നുകൂടെ വായിച്ചേ. വേഗം പോട്ടെ.
യെശയ്യാവ് 59:3 തൊട്ട് വായിച്ചു. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും ആ. നിങ്ങളുടെ വിരലുകൾ അകർത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. കണ്ടോ, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകർത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ എതിരിക്കുന്നു, എന്നെയും നിങ്ങളെയും തന്നിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രക്തവും രക്തത്തിൻ്റെ കറകളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അകൃത്യവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അശുദ്ധിയുമാണ് ദൈവത്തെയും ഇസ്രായേലിനെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ കൈ കഴുകണം. നമ്മുടെ കയ്യിലിരിക്കുന്ന അശുദ്ധി, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധിയില്ലായ്മ, നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രവൃത്തികൾ പലപ്പോഴും ആരാധനയിൽ ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ കൈ കഴുകിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ പറയാൻ കഴിയണം, ദൈവത്തിന്റെ മുൻപാകെ എൻ്റെ കൈ കുറവില്ലാത്തത്. ദൈവത്തിന് മുൻപാകെ എൻ്റെ കരം ഇന്ന് രാത്രി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കഴുകി ഞാൻ അതിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. ഇയ്യോബിന്റെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 31-ാം അധ്യായത്തിന്റെ 31:7 എനിക്ക് തോന്നുന്നത്. സോറി, 21:22. 31:21-22 ഇയ്യോബ്. പെട്ടെന്ന് വായിച്ചു പോ. പട്ടണവാതുക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈ ഓങ്ങിയെങ്കിൽ എന്റെ ഭുജം തോൾ പലകയിൽ നിന്ന് വീഴട്ടെ, എന്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. കണ്ടോ, ഇയ്യോബ് പറയാണ്, പട്ടണവാതുക്കൽ ഞാൻ അനാഥന്റെ നേരെ കൈ ഓങ്ങി എങ്കിൽ. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ കൈ നീതികേടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, തെറ്റായ വഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൈ ആർക്കും എതിരായി പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരം ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഇയ്യോബ് പറയാണ്, കർത്താവേ എൻ്റെ കരം വിശുദ്ധമത്രേ. ഇന്ന് രാത്രി പരിശോധിച്ച് നമ്മുടെ കരം ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കരം ആർക്കെങ്കിലും നൊമ്പരമായിട്ടുണ്ടോ? ആർക്കെങ്കിലും നമ്മുടെ കരം പലപ്പോഴും ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവമക്കളെ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒരു നിമിഷം ഒന്ന് ഏറ്റു പറഞ്ഞേ ഇയ്യോബ് ഒരിക്കൽ കൂടെ എഗസ്കേൽ ചോദിക്കുന്നു, കണക്ക് തീർക്കാൻ ഞാൻ വരും. നിന്റെ കൈ എൻ്റെ മുമ്പാകെ നേരെ ഇരിക്കണം, നിന്റെ കൈ എൻ്റെ മുമ്പാകെ ബലപ്പെട്ടിരിക്കണം, നിന്റെ കൈ എന്നെ ഞാൻ നോക്കുമ്പോൾ നിന്റെ കയ്യിൽ ഒന്നും കാണാൻ പാടില്ല. നിന്റെ കൈ ബലപ്പെട്ടിരിക്കണം, നിന്റെ കയ്യിൽ ഭയം കാണരുത്, നിന്റെ കയ്യിൽ എന്ത് കാണരുത്? ശരിയല്ലാത്തൊന്നും കാണരുത്. ധൈര്യത്തോടെ നിൽക്കണം. സ്തോത്രം പറ. ഇന്ന് ആരാധന കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കരം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ തീമോഥെയോസ് പറഞ്ഞതുപോലെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. നമ്മൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ വലിയ ആരാധന ഇന്ന് രാത്രിയിൽ കേട്ടോ. നമ്മുടെ കരം വിശുദ്ധമാണോ? നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. എന്തുണ്ട്? മോശയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? മിസ്രൈമ്യനെ കൊന്ന രക്തമുണ്ടായിരുന്നു. ദാവീദിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഊരിയാവിനെ കൊന്ന രക്തം ഉണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞ് കർത്താവ് പറഞ്ഞു, ഈ കരം കൊണ്ട് പള്ളി പണിയണ്ടെന്ന് പറഞ്ഞു. മോശയോട് പറഞ്ഞു, നിന്റെ കരം ശുദ്ധീകരിക്കാൻ പറഞ്ഞു. സ്തോത്രം പറ. അങ്ങനെ നമ്മൾ ഓരോരുത്തരെ നോക്കിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരെ അവരുടെ കയ്യിൽ എന്തുണ്ട്? കായിന്റെ കയ്യിൽ എന്തുണ്ട്? അനിയന്റെ രക്തമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ വേദപുസ്തകത്തിലെ പലരുടെയും കൈകൾ പലരെയും വേദനിപ്പിച്ചു, പലർക്കും അത് ഭാരമുണ്ടാക്കി, പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ കരത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ കരം വിശുദ്ധമായിരിക്കട്ടെ. നമ്മുടെ കരത്തിൽ ദൈവത്തിന്റെ ഹിതം മാത്രം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബ് 31 തൊട്ട് 33 വരെയുള്ള വാക്യം വായിക്കണം. നമുക്കത് വിട്ടുകളെ, അത് വായിക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. നിർത്താം, ഞാൻ വേഗത്തിൽ നിർത്താൻ പോവുക. ഇനി ആദത്തിന്റെ കയ്യിലെന്തുണ്ട്? ലംഘനം. ആകാന്റെ കയ്യിൽ എന്തുണ്ട്? വെള്ളിയും പൊന്നും കുഴിച്ചിട്ടിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ കായിന്റെ കയ്യിൽ എന്തുണ്ട്? അനിയന്റെ രക്തം. ദാവീദിന്റെ കയ്യിൽ എന്തുണ്ട്? ഊരിയാവിന്റെ രക്തം. മോശയുടെ കയ്യിൽ എന്തുണ്ട്? മിസ്രൈമിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ദിനവെക്കാരുടെ കയ്യിലോ? സാഹസം.
സ്തോത്രം. യോബ് എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ ദ്രോഹമുണ്ടോ എന്ന് നീ പരിശോധിച്ചോളാനാ പറഞ്ഞത്. സ്തോത്രം പറഞ്ഞ് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം സങ്കീർത്തനം പറഞ്ഞപ്പം പെട്ടെന്ന് ഈ ആഴ്ചയല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, നീ എന്നെ ശോധന ചെയ്ത് നോക്കണമേ. ഓക്കെ, ദാവീദിന് പറയാം. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെ ശോധന ചെയ്യാൻ പോയ അകത്തിരിക്കുന്നതെല്ലാം വെളിയിൽ വരും. 1000 കൂട്ടം കാര്യം വെച്ചോണ്ടാ ഈ പള്ളി. അതുകൊണ്ട് ആരും പറഞ്ഞേക്കരുത്. കാരണം ഈ പുള്ളി അതിനകത്ത് പുറത്തിട്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ പറയാവുള്ളൂ. നീ എന്നെ ശോധന ചെയ്ത് നോക്കിക്കോ കർത്താവേ എന്ന് ദാവീദിന് പറയാം. നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളെ ഭാഗത്തിരിക്കുന്നതെല്ലാം കൂടെ പുറത്തോട്ട് എടുത്തിട്ടാവട്ടെ, ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ആരും പറയാതിരിക്കണം കേട്ടോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പറഞ്ഞേക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പ്രൈസ് ഹല്ലേലൂയ. ആമേ. നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. ആമേ. കർത്താവിന്റെ കരത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഇപ്പൊ ഒരു സെക്ഷൻ പറഞ്ഞു, രണ്ടാമത്തെ പറയാൻ സമയമില്ല. രണ്ടാമത്തെ ഞാൻ അടുത്ത ആഴ്ച പറയാം. നമ്മുടെ കരം കണക്ക് തീർക്കുന്ന നാളിൽ ബലപ്പെട്ടിരിക്കുന്നു. കുറെ കണക്കുകൾ കർത്താവിന് കൊടുക്കാൻ, കണക്ക് തീർക്കാനുണ്ട്. സ്തോത്രം. അപ്പൊ ആ ഒരു കണക്ക് പ്രൈസലോ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി എബ്രായർ 13:17. പെട്ടെന്ന് വായിച്ചു വിട്ടു. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നവരാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. മതി, വെറും ഒരു വാക്യമുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം അടുത്ത ആഴ്ച പറയാം. കണക്ക് ബോധിപ്പിക്കണം. ഹല്ലേലൂയ. നടത്തിപ്പുകാർക്ക് കീഴ്പ്പെട്ട് ഏറ്റവും ഒടുവിൽ കാര്യം തീർക്കുന്ന നാളിൽ നമ്മൾ എവിടെ കണക്ക് തീർക്കണം? കർത്താവേൽപ്പിച്ച ശുശ്രൂഷയുടെ കണക്ക് വളരെ കൃത്യമായി തീർക്കണം. സ്തോത്രം പറഞ്ഞേ, അത് വായിച്ച കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കണക്ക് തീർക്കണം. അതുകൊണ്ട് ദൈവവൈദ്യലെ ഞാൻ ചോദിക്കുക, നിന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചത് കണക്ക് തീർക്കുന്ന നാളിൽ ഈ കരം ശക്തമായി അവിടെ നിൽക്കുവോ? ഹല്ലേലൂയ പറഞ്ഞേ, ശക്തമായി അവിടെ നിൽക്കുവോ? കർത്താവേ, നീ എൻ്റെ കരത്തിൽ ഏൽപ്പിച്ചത് ഞാൻ ഒന്നിനും കുറവില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഇനിയുള്ള സമയം നമ്മൾ ശക്തമായി ആരാധിപ്പാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ്, എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ്, നമ്മുടെ കരം വിശുദ്ധമാണോ? നമ്മുടെ കൈക്കകത്ത് എന്തെങ്കിലും ദൈവഹിതമല്ലാത്ത ആരോടെങ്കിലുമുള്ള ഭാരമോ, ആരോടെങ്കിലുമുള്ള പ്രശ്നങ്ങളോ, വേദനകളോ, ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടോ? ആകാൻ ദൈവഹിതമല്ലാത്ത വെള്ളിയും പൊന്നും മറച്ചു വെച്ചിട്ട് ആകാൻ എന്ത് ചെയ്യാണ്? വിശുദ്ധനായി നടക്കുകയാണ്. ആമേൻ, ആമേ. ആകാന്റെ കരം ദൈവം മുൻപാകെ വിശുദ്ധമല്ല. മോശയുടെ കരം ദൈവം മുൻപാകെ വിശുദ്ധമല്ല. ദാവീദിന്റെ കരം ദൈവം മുൻപാകെ വിശുദ്ധമല്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിന്റെ കരം ദൈവം മുൻപാകെ ബലപ്പെട്ടിരിക്കുമോ? ബലപ്പെട്ടിരിക്കുമോ? നിങ്ങളുടെ കാര്യത്തിൽ എന്തേലും കുറവുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, എല്ലാരും കർത്താവേ, എന്റെ കൈക്കകത്ത് ഇഷ്ടമല്ലാത്ത, ദൈവഹിതമല്ലാത്ത, ദൈവിക വചനത്തിന് വിരുദ്ധമായ, ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായ അനേക കുറവുകളുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എല്ലാരും കുറവേറ്റു പറഞ്ഞ് നിങ്ങളുടെ കരത്തെ ശുദ്ധീകരിച്ചാട്ടെ, കരത്തെ ശുദ്ധീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു.